അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സുവിശേഷ വിചിന്തനം. പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, മലമുകളിൽ കവിഞ്ഞൊഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും എന്ന് ആമോസ് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനായി കാനായിലെ വിവാഹത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു പരസ്യ ജീവിതമാരംഭത്തിലെ ആദ്യത്തെ അത്ഭുതകരമായ അടയാളമാണ് കാനായിൽ നടന്നത്. അത്ഭുതങ്ങളെക്കാൾ ഉപരി ദീർഘനാളായി ഇസ്രായേൽ ജനം കാത്തിരുന്ന രക്ഷകൻ യേശുവാണെന്ന് ഇതിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. സദ്വാർത്തയുടെ നവയുഗം ആസന്നമായി. ദൈവരാജ്യം സമീപസ്ഥയായി. ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങൾ, ദുഃഖമില്ല. രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും വീഞ്ഞ് മാത്രം വിളമ്പുന്ന ദിനങ്ങൾ. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ദുഃഖം മാറുന്നു. മക്കളുടെ വേദനയ്ക്ക് മുൻപിൽ നിസ്സംഗയായി നിൽക്കാതെ പരിശുദ്ധ മറിയം ഇടപെടുന്നു. അവർക്ക് വീഞ്ഞില്ല എന്നത് മറിയത്തിൻ്റെ നിഗൂഢമായ ഒരു യാചനയായിരുന്നു. 12-ാമത്തെ വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയുന്നില്ലേ എന്ന് മാതാപിതാക്കളോട് തൻ്റെ അനിഷ്ടം പ്രകടമാക്കിയെങ്കിലും അവർക്ക് വിധേയപ്പെട്ടതുപോലെ ഇവിടെയും ആദ്യം നിഷേധിക്കുന്നെങ്കിലും അമ്മയ്ക്ക് വിധേയനാകുന്നു. ആയതിനാൽ രക്ഷയും ആശ്രയവും ദൈവത്തിൽ മാത്രമാണെന്ന് പ്രഘോഷിക്കുന്ന സങ്കീർത്തക മനോഭാവത്തോടെ നമ്മിൽ പരിശുദ്ധാത്മാവ് മുഖേന ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ ദാനങ്ങളെ കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവ പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവവചനമാകുന്ന പുതുവീഞ്ഞിൻ്റെ മധുരം നുകരാം.